കുറെ കാലം കഴിയുമ്പോൾ ചില ആളുകളിൽ മൈഗ്രെയിനിന്റെ ക്യാരക്ടറിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് മൈഗ്രെയിനിന്റെ ബിഗിനിങ്ങിൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി പറയാറുണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ഇത് കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട്. മറ്റു ചില ആളുകൾക്ക് തലവേദന വന്ന് കുറെ കഴിയുമ്പോൾ തലചുറ്റൽ, ക്ഷീണം തുടങ്ങിയ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ശക്തമായ തലവേദനയാണ് ആദ്യം വന്നിരുന്നതെങ്കിൽ പിന്നീട് തലവേദനയുടെ ഇന്റൻസിറ്റി കുറഞ്ഞു, പക്ഷെ ഇപ്പോൾ കുറെ നേരം തലവേദന നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന് കുറച്ചുപേര് പറയാറുണ്ട്. ഇതുപോലെ തന്നെ മൈഗ്രെയിൻ തലവേദനയുടെ ഫ്രീക്വൻസി, പാറ്റേൺ, ഒപ്പമുണ്ടാകുന്ന മറ്റ് സിംറ്റംസ്, ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നിവയിലും കുറെ കഴിയുമ്പോൾ ഡിഫറൻസ് കാണാറുണ്ട്. അതുകൊണ്ട് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിനായി വരുന്നവരോട് നിലവിലുള്ള സിംറ്റംസും ട്രിഗറിംഗ് ഫാക്ടേഴ്സും മനസ്സിലാക്കുന്നതിനോടൊപ്പം എങ്ങനെയാണ് തലവേദന സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്, ആ ഒരു സമയത്ത് എന്ത് ചെയ്യുമ്പോഴാണ് തലവേദന വന്നിരുന്നത്, ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചറിയാറുണ്ട്. ഇങ്ങനെ അവരുടെ പ്രസന്റ് കണ്ടീഷനും ഹിസ്റ്ററിയും മനസ്സിലാക്കുന്നത് വരുന്ന തലവേദന എന്തുകൊണ്ടാണെന്ന് ഡയഗ്നോസ് ചെയ്യാനും കൃത്യമായ ട്രീറ്റ്മെന്റ് പ്ലാൻ സെലക്ട് ചെയ്യാനും സഹായിക്കും. ദീർഘകാലമായി മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലവേദനയിലും അസോസിയേറ്റ് ചെയ്തു വരുന്ന ലക്ഷണങ്ങളിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ബൈ.